Hello friends, welcome to Capital Classes. Managerial Economicsile chapter number 2 Theory of Consumer Behaviour ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. So today we will see Ordinal Utility Approach അഥവാ Indifference Curve Analysis. Okay, Ordinal Utility Approach or Indifference Curve Analysis. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് എന്നും അതിൻ്റെ രണ്ട് ഇമ്പോർട്ടൻറ്റ് സബ് ടോപ്പിക്സ് ആയ ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആൻഡ് കൺസ്യൂമർ സർപ്ലസ് ഈ ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തു. ടുഡേ വി വിൽ സി വാട്ട് ഇസ് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ഓർ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. Modern economists believe that utility is subjective. It is a psychological concept. It is not possible to measure utility quantitatively. So this is just exactly opposite to cardinal utility approach. Cardinal utility approach എന്തായിരുന്നു പറഞ്ഞത്? യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാം. ഓക്കെ, യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് എന്നാണ് കാർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് പറഞ്ഞത്. ബട്ട് ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച് ടെൽസ് ദാറ്റ് യൂട്ടിലിറ്റി ഈസ് സബ്ജക്റ്റീവ്. യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? It is subjective. That means it will change according to the person. It is a psychological concept. It is not possible to measure the utility quantitatively. Utility subjective ആയിട്ടുള്ള ഒരു മാറ്ററാണ്. This is a psychological concept. So അതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റി എന്ത് ചെയ്യാൻ കഴിയില്ല? മെഷർ ചെയ്യാൻ കഴിയില്ല. It is not possible to measure the utility quantitatively എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് എന്ത്? ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. സോ ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഇംഗ്ലീഷ് ഇക്കണോമിസ്റ്റ് എഡ്ജ്വർത്ത് ഇൻ 1881. ഇറ്റാലിയൻ ഇക്കണോമിസ്റ്റ് പാരറ്റോ റിഫൈൻഡ് ദിസ് ഇൻ 1906. പക്ഷേ ഇതിൻ്റെ മേജർ പ്രൊപ്പണൻ്റ് ആരാണ് നോക്കൂ. ദ മോഡേൺ ഇക്കണോമിസ്റ്റ് ഹിക്സ്. The modern economist Hicks in particular have applied the ordinal utility concept to study the consumer behavior. He introduced a tool of analysis called indifference curve to analyze the consumer behavior under ordinal utility approach. So Hicks എന്ന് പറയുന്ന എക്കണോമിസ്റ്റ് ആണ് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഇൻഡിഫറൻസ് കർവ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ആൻഡ് ഹി അനലൈസ്ഡ് കൺസ്യൂമർ ബിഹേവിയർ അണ്ടർ ഓർഡിനൽ യൂട്ടിലിറ്റി അപ്രോച്ച്. സോ എന്താണ് ഓർഡിനൽ യൂട്ടിലിറ്റി തിയറി അല്ലെങ്കിൽ ഓർഡിനൽ എന്നുള്ള ടേമിൻ്റെ മീനിങ് എന്താണ് നോക്കൂ. ദ ടേം ഓർഡിനൽ മീൻസ് റാങ്കിങ് ഓർ ഓർഡറിങ്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓർഡിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? റാങ്കിങ് ഓർ ഓർഡറിങ്. കാർഡിനൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? ദറ്റ് ക്യാൻ ബി കൗണ്ടഡ്, that is related to numbers, it refers to quantity of something അല്ലേ. so cardinal utility theory പറഞ്ഞത് യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് എന്നാണെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി പറയുന്നത് എന്താണ്? യൂട്ടിലിറ്റി ക്യാൻ ബി റാങ്ക്ഡ് ഓർ ഓർഡേർഡ് ലൈക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. കാർഡിനൽ എന്തായിരുന്നു? കാർഡിനൽ മീൻസ് ദറ്റ് ക്യാൻ ബി കൗണ്ടഡ്, മെഷേർഡ് അല്ലെ. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ക്വാണ്ടിറ്റി. പക്ഷെ ഓർഡിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ആക്കാൻ പറ്റുന്ന സാധനങ്ങൾ, അതല്ലെങ്കിൽ റാങ്ക് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു ഓർഡറായി അല്ലെ, അവിടെ ഒരു റാങ്കിങ് വന്നു. നേരെ മറിച്ച് കാർഡിനലിൽ നമ്മൾ എന്താ പറഞ്ഞത്? യൂട്ടിലിറ്റി ക്യാൻ ബി മെഷേർഡ് ഇൻ കാർഡിനൽ നമ്പേഴ്സ് ലൈക്ക് 1, 2, 3. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ 1 എന്ന് പറയുന്നില്ല. ഇൻസ്റ്റെഡ് വി ആർ ടെല്ലിങ് ഹിയർ ഫസ്റ്റ് ആൻഡ് വി ആർ ടെല്ലിങ് സെക്കൻഡ് ആൻഡ് തേർഡ്. സോ അവിടെ ഒരു റാങ്കിങ്, അതല്ലെങ്കിൽ അവിടെ എന്ത് വന്നു? ഒരു ഓർഡറിങ് വന്നു. Ordinal utility analysis implies that consumer is capable of simply comparing the utility that has derived from the different goods or different units. Consumer എന്തിന് capable ആണ്? For comparing the utility. So 3 important terms നമ്മൾ ഓർമ്മിക്കേണ്ടത് എന്താണ്? ഓർഡിനൽ തിയറി എഴുതുമ്പോൾ it means ranking or ordering because consumer is able to compare the utility that has derived from different goods or units. കൺസ്യൂമറിന് വ്യത്യസ്ത സാധനങ്ങളുടെ യൂട്ടിലിറ്റി കമ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ യൂട്ടിലിറ്റി അദ്ദേഹം എന്ത് ചെയ്യും? ഓർഡർ ചെയ്യും, അതല്ലെങ്കിൽ റാങ്ക് ചെയ്യും അദ്ദേഹത്തിൻ്റെ പ്രിഫറൻസസ് അനുസരിച്ചുകൊണ്ട്. Then നോക്കൂ, according to indifference curve analysis, utility cannot be measured in cardinal numbers. Consumers can say
only whether a good or combination of good gives him greater, less or equal satisfaction. Consumers can simply rank the goods or combination of goods in the order of preferences. So ഈ തിയറി പ്രകാരം this indifference curve analysis എന്താണ്? That is a major tool under ordinal utility theory. So ആ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. സോ നമ്മളിവിടെ സൈമൾട്ടാനിയസ്ലി ഇതിനെ ഉപയോഗിക്കുന്നു. സോ വാട്ട് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് ഡസ്? യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ് ഇൻ കാർഡിനൽ നമ്പേഴ്സ്. യൂട്ടിലിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല? കാർഡിനൽ നമ്പേഴ്സായ 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യാൻ കഴിയില്ല. Consumers can only say whether a good or combination of good gives him greater, less or equal satisfaction. So കൺസ്യൂമർക്ക് എന്ത് ചെയ്യാനേ കഴിയുള്ളൂ? ഒരു പർട്ടിക്കുലർ ഗുഡ് അതല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് അദ്ദേഹത്തിന് എങ്ങനെയാണ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്? ഒന്ന് മറ്റൊന്നതിനേക്കാൾ ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ ആണോ തരുന്നത്? സപ്പോസ് ദർ ആർ 2 bundles ഓഫ് ഗുഡ്. 2 കോമ്പിനേഷൻസ് ഉണ്ടെന്ന് വിചാരിക്കും. സോ ആ കോമ്പിനേഷൻസ് ഒന്ന് മറ്റൊന്നുമായി കമ്പയർ ചെയ്യുമ്പോൾ വെദർ ഇറ്റ് ഗീവ്സ് ഹിം ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ, മോർ സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടോ? അതല്ല. വെദർ ഇറ്റ് ഗീവ്സ് ഹിം ലെസ് സാറ്റിസ്ഫാക്ഷൻ, കുറവാണോ? അതല്ലെങ്കിൽ രണ്ടിനും ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണോ? ഇങ്ങനെ 3 തരത്തിലുള്ള ചോയ്സേ ഒരു കൺസ്യൂമർക്ക് തരാൻ വേണ്ടി കഴിയുള്ളൂ. സോ ദേ ക്യാൻ സിംപ്ലി റാങ്ക് ദ ഗുഡ്സ് ഓർ കോമ്പിനേഷൻ ഓഫ് ഗുഡ്സ് ഇൻ ദ ഓർഡർ ഓഫ് പ്രിഫറൻസസ്. സോ അവരുടെ പ്രിഫറൻസിൻ്റെ ഓർഡറിനനുസരിച്ച് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലൈക്ക് ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് third under ordinal utility analysis or under indifference curve approach. Under indifference curve analysis or approach. എക്സാമ്പിളിലൂടെ നമുക്കിത് കുറച്ചുകൂടി ക്ലിയർ ആക്കാം. നോക്കൂ, എക്സാമ്പിൾ. A consumer may not be able to say that a mango gives 10 utils and orange gives 5 utils. 10 utils എന്താണ്? Utils are the units by which we measure utility. അല്ല, യൂട്ടിലിറ്റിയെ മെഷർ ചെയ്യുന്ന യൂണിറ്റ്സ് ആണ് യൂട്ടിൽ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചു. സോ എന്താ പറയുന്നത്? എ കൺസ്യൂമർ മെ നോട്ട് ബി ഏബിൾ ടു സേ, കൺസ്യൂമർക്ക് പറയാൻ കഴിയണമെന്നില്ല ദാറ്റ് എ മാംഗോ ഗിവ്സ് 10 utils and orange gives 5 utils. ഒരു മാങ്ങ കൺസ്യൂം ചെയ്യുന്നതിലൂടെ അദ്ദേഹത്തിന് 10 യൂട്ടിൽസ്, അതല്ലെങ്കിൽ ഒരു ഓറഞ്ച് കൺസ്യൂം ചെയ്യുന്നതിലൂടെ 5 യൂട്ടിൽസ് ലഭിക്കുന്നു എന്ന് പറയാൻ കൺസ്യൂമറിന് കഴിയില്ല. ബട്ട് ഹി ക്യാൻ ഓൾവേസ് സേ വെദർ ദ മാംഗോ ഗിവ്സ് മോർ ഓർ ലെസ് യൂട്ടിലിറ്റി ദാറ്റ് ദി ഓറഞ്ച്. പക്ഷെ അദ്ദേഹത്തിന് എന്ത് പറയാൻ കഴിയും? ഓറഞ്ചുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ മാങ്ങയുടെ യൂട്ടിലിറ്റി കൂടുതലാണോ കുറവാണോ എന്ന് അദ്ദേഹത്തിന് എപ്പോഴും പറയാൻ കഴിയും. ദിസ് അസംഷൻ ഈസ് ദ ബേസിസ് ഓഫ് ഓർഡിനൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഓർ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. സോ കൺസ്യൂമറിന് എപ്പോഴും കാർഡിനൽ നമ്പേഴ്സിൽ അദ്ദേഹത്തിൻ്റെ യൂട്ടിലിറ്റി സ്പെസിഫൈ ചെയ്യാൻ കഴിഞ്ഞു എന്ന് വരില്ല. ബട്ട് ഓൾവേസ് കൺസ്യൂമർ വിൽ ബി ഏബിൾ ടു റാങ്ക് ഹിസ് പ്രിഫറൻസസ് or he will be able to tell whether the utility is more or less than the other good. So ഈ ഒരു അസംഷനാണ് എന്ത് റാങ്ക് ചെയ്യാൻ പറ്റും കൺസ്യൂമറിന്. ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നിങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഗുഡ്സിനെ കമ്പയർ ചെയ്യാൻ പറ്റും. ഈ അസംഷനാണ് എന്ത്? ദിസ് ഈസ് ദ ബേസിസ് ഓഫ് ഓർഡിനൽ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ ഓർ ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. Then concept of ordinality. 1, 2, 3 are cardinal numbers, but first, second, third are ordinal numbers. Simply ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. 1, 2, 3 എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ യൂട്ടിലിറ്റി നമ്മൾ മെഷർ ചെയ്യാണ് അണ്ടർ കാർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ്. പക്ഷേ ഈ 1 തന്നെ ഫസ്റ്റ്, അല്ലെങ്കിൽ 2 സെക്കൻഡ്, 3 തേർഡ് എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു റാങ്കിങ് വന്നു അല്ലേ? സോ ദാറ്റ് റാങ്കിങ് കംസ് അണ്ടർ ഓർഡിനൽ അനാലിസിസ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്ന് പറയുന്നതിനെ ഓർഡിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നു. 1, 2, 3 എന്ന് പറയുന്നതിനെ കാർഡിനൽ നമ്പേഴ്സ് എന്ന് പറയുന്നു. ദാറ്റ് വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ്. ദെൻ മീനിങ് ആൻഡ് നേച്ചർ ഓഫ് ഇൻഡിഫറൻസ് കർവ്. സോ ഇൻഡിഫറൻസ് കർവ് ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസിൻ്റെ ഒരു മേജർ ടൂളാണ് എന്ന് നമ്മൾ പഠിച്ചു. സോ വാട്ട് ഡു യു മീൻ ബൈ ഇൻഡിഫറൻസ് കർവ്? These goods or products are the ones that give them the customer satisfaction and utility to the same level. So, goods or products that give
the customer. Them means the customer. The customer satisfaction and utility to the same level. So കസ്റ്റമർക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ അതല്ലെങ്കിൽ യൂട്ടിലിറ്റി പ്രദാനം ചെയ്യുന്ന ഗുഡ്സ് ഓർ പ്രോഡക്ട്സ്, അതിനെയാണ് നമ്മൾ എന്തിൻ്റെ അണ്ടറിൽ അനലൈസ് ചെയ്യുന്നത്? ഇൻഡിഫറൻസ് കർവിൻ്റെ അണ്ടറിൽ അനലൈസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കൂ. റാം ഹാസ് 1 യൂണിറ്റ് ഓഫ് ഫുഡ് ആൻഡ് 12 യൂണിറ്റ്സ് ഓഫ് ബുക്സ്. റാമിൻ്റെ കയ്യിൽ എന്തുണ്ട്? 1 യൂണിറ്റ് ഫുഡുണ്ട്, 12 യൂണിറ്റ് ബുക്ക് ഉണ്ട്. ഓക്കെ. When asked how many units of book he is willing to give up in exchange for an additional unit of food, he responds saying he could give up 6 units of books for an additional unit of food. Thus we have 2 situations at hand. റാമിൻ്റെ കയ്യിൽ എന്തുണ്ട്? 1 യൂണിറ്റ് ഓഫ് ഫുഡും 12 യൂണിറ്റ് ഓഫ് ബുക്സും ഉണ്ട്. സോ റാമിനോട് നമ്മൾ ചോദിക്കുകയാണ്, ഓക്കെ, 1 യൂണിറ്റ് കൂടി ഫുഡ് എക്സ്ട്രാ തരാം, പക്ഷേ അതിനു വേണ്ടി എത്ര യൂണിറ്റ് ഓഫ് ബുക്സ് സാക്രിഫൈസ് ചെയ്യാൻ റാം തയ്യാറാണ് എന്ന് നമ്മൾ റാമിനോട് ചോദിക്കാം. അപ്പോൾ റാം പറഞ്ഞു, എന്ത്, ഞാൻ 6 യൂണിറ്റ് ഓഫ് ബുക്സ് വേണ്ടാന്ന് വയ്ക്കാം, എനിക്ക് 1 യൂണിറ്റ് ഫുഡ് കൂടി തരൂ. ഓക്കെ. റാം ഗെയിൻസ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ഹാവിങ് 1 യൂണിറ്റ് ഓഫ് ഫുഡ് ആൻഡ് 12 യൂണിറ്റ്സ് ഓഫ് ബുക്സ്. സോ ഇനീഷ്യലി എന്താണ്? റാമിൻ്റെ കയ്യിൽ 1 യൂണിറ്റ് ഓഫ് ഫുഡും 12 യൂണിറ്റ് ഓഫ് ബുക്കും ഉണ്ട്. അപ്പം നമ്മൾ വീണ്ടും ചോദിക്കുകയാണ്, എന്ത്, 1 യൂണിറ്റ് കൂടി ഫുഡ് എക്സ്ട്രാ തരാം. അങ്ങനെ തരണമെങ്കിൽ എത്ര യൂണിറ്റ് ഓഫ് ബുക്ക് വേണ്ട എന്ന് വയ്ക്കാൻ റാം റെഡിയാണ്. സോ റാം പറഞ്ഞു, എന്താണ്, 6 യൂണിറ്റ് ഓഫ് ബുക്ക് വേണ്ട എന്ന് വയ്ക്കാൻ ഞാൻ റെഡിയാണ്. അപ്പോൾ ഒന്നാമത്തെ കോമ്പിനേഷൻ, അതായത് 1 യൂണിറ്റ് ഓഫ് ഫുഡും 12 യൂണിറ്റ് ഓഫ് ബുക്സും എന്നുള്ളതിൽ റാം എന്താണ്? ഹീ സാറ്റിസ്ഫൈഡ്. ദെൻ ഹീ ഈസ് ഓൾസോ സാറ്റിസ്ഫൈഡ് വിത്ത് 2 യൂണിറ്റ്സ് ഓഫ് ഫുഡ് ആൻഡ് 6 യൂണിറ്റ്സ് ഓഫ് ബുക്ക്. അടുത്ത് നമ്മളൊരു ചോയ്സ് കൊടുക്കുകയാണ്, അല്ലേ, 1 യൂണിറ്റ് ഓഫ് ഫുഡ് അധികം തരാം, അപ്പോൾ നിങ്ങളതിന് വേണ്ടി പകരം എത്ര ബുക്ക് വേണ്ടാന്ന് വയ്ക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് എത്ര ബുക്ക് തിരിച്ച് തരും എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നു 6 ബുക്ക് തരുന്നു. അപ്പോൾ ഈ കോമ്പിനേഷനിലും എന്താണ്? റാം സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ റാം സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള 2 കോമ്പിനേഷൻസ് നമുക്ക് ഇവിടെ കിട്ടി. ഈ കോമ്പിനേഷനിലും റാം സാറ്റിസ്ഫൈഡ് ആണ്, ഈ കോമ്പിനേഷനിലും റാം സാറ്റിസ്ഫൈഡ് ആണ്. സോ റാമിന് ഒരേപോലെ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന 2 ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. നോക്കൂ, റാം ഈസ് ഇൻഡിഫറൻറ്റ് ടു 2 കോമ്പിനേഷൻസ്. റാം എന്താണ്? ഇൻഡിഫറൻറ്റ് ആണ്. ഹീ ഈസ് ഹാവിങ് നോ എനി ഡിഫറൻസ്. അദ്ദേഹത്തിന് ഈ 2 കോമ്പിനേഷൻസും ഒരേപോലെയാണ്. അല്ലെങ്കിൽ അദ്ദേഹം ഈ 2 കോമ്പിനേഷൻസിലും യാതൊരു വ്യത്യാസവും കണ്ടെത്തുന്നില്ല. So Ram is indifferent to 2 combinations because both the combinations give him satisfaction and utility to the same level. Whether it is this combination, 1 unit of food and 12 units of book, or whether it is this combination, 2 units of food and 6 units of book, Ram is equally satisfied. 2 combination ayalum Ram is equally satisfied. So he is indifferent to 2 combinations because both combinations give him സാറ്റിസ്ഫാക്ഷൻ ആൻഡ് യൂട്ടിലിറ്റി ടു ദി സെയിം ലെവൽ. സോ ഈ 2 കോമ്പിനേഷൻ ആയാലും റാമിൻ്റെ സാറ്റിസ്ഫാക്ഷനും യൂട്ടിലിറ്റിയും എന്താണ്? സെയിം ആണ്. ദാറ്റ് ഈസ് സെയിം. ഓക്കെ. സോ ഇഫ് ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ് 2 or more ഗുഡ്സ് ഗിവ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ. നോക്കൂ, ഇഫ് ഓൾ ദ കോമ്പിനേഷൻസ് ഓഫ് 2 or more ഗുഡ്സ് ഗിവ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, the consumer will give equal preference to all such combinations. 2 goods or 2 or more goods. ഇതിൻ്റെ എല്ലാ കോമ്പിനേഷൻസും, ഓക്കെ, സപ്പോസ് കസ്റ്റമർക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ കൺസ്യൂമർ എന്തായിരിക്കും? he will give equal preference to all such combinations. സോ ഈ ഗുഡ്സിൻ്റെ എല്ലാ കോമ്പിനേഷൻസിനും കൺസ്യൂമർ എന്ത് കൊടുക്കും? ഈക്വൽ ആയിട്ടുള്ള പ്രിഫറൻസ് കൊടുക്കും. ഹി വിൽ ബി ഇൻഡിഫറൻറ്റ് ടു ഓൾ ദ കോമ്പിനേഷൻസ്. സോ എനിക്ക് ഇന്ന ചോയ്സ് മതി അല്ലെങ്കിൽ മറ്റേ ചോയ്സ് മതി എന്ന് അദ്ദേഹം എന്ത് ചെയ്യില്ല? ഒരിക്കലും പറയില്ല. ബിക്കോസ് ഹീ ഈസ് ഗെറ്റിംഗ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് യൂട്ടിലിറ്റി ഫ്രം ഓൾ ദ കോമ്പിനേഷൻസ്. സോ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് വൺസ് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരു കൺസ്യൂമർ കണ്ടെത്തി കഴിഞ്ഞാൽ ഹി വിൽ ഗീവ് ഈക്വൽ പ്രിഫറൻസ് ടു ഓൾ സച്ച് കോമ്പിനേഷൻസ്. ഇൻ സച്ച് എ സിറ്റുവേഷൻ കൺസ്യൂമർ വുഡ് നോട്ട് ബോദർ അബൌട്ട് ദ സെലക്ഷൻ ഓഫ് പെർട്ടിക്കുലർ കോമ്പിനേഷൻ.
സോ ആ ഒരു കേസിൽ എന്താണ്, കൺസ്യൂമർ വറീഡ് അല്ല ടു സെലക്ട് എ പെർട്ടിക്കുലർ കോമ്പിനേഷൻ. കാരണം ഏത് കോമ്പിനേഷൻ അദ്ദേഹം എടുത്താലും അദ്ദേഹത്തിന് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള യൂട്ടിലിറ്റി ലഭിക്കുന്നു. ഇഫ് ഹി ചൂസസ് വൺ കോമ്പിനേഷൻ ഹി ഈസ് ഇൻഡിഫറൻറ്റ് അബൌട്ട് ദി അതർ കോമ്പിനേഷൻസ്. സോ ഈ കേസിൽ രാമു ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താലും ഈ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുത്താലും എന്താണ്, ഹീ ഈസ് ഓക്കെ ആണ്. അപ്പോൾ റാം ഫസ്റ്റിലത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതെന്ന് വിചാരിക്കൂ, സെക്കൻഡ് ഓപ്ഷൻ എടുക്കുന്നില്ല, ദറ്റ് ഈസ് ഓക്കെ ഫോർ റാം. കാരണം സെക്കൻഡും ഫസ്റ്റും എന്താണ്, രാമിനെ സംബന്ധിച്ചിടത്തോളം ഒരേപോലെ യൂട്ടിലിറ്റിയും സാറ്റിസ്ഫാക്ഷനും തരുന്ന കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ എന്താണ് പറഞ്ഞു നോക്കൂ, ഇഫ് ഹി ചൂസസ് വൺ കോമ്പിനേഷൻ ഹി ഈസ് ഇൻഡിഫറൻറ്റ് അബൌട്ട് ദി അതർ. ദിസ് ക്യാൻ ബി ഷോൺ ഗ്രാഫിക്കലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ കർവ് വിച്ച് ഈസ് നോൺ ആസ് ഇൻഡിഫറൻസ് കർവ്. സോ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഡിഫറൻസ് കർവ് അനാലിസിസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് എൻ ഇൻഡിഫറൻസ് കർവ്? എ കർവ് വിച്ച് ഷോസ് a number of alternative combinations of two or more goods which yield the same level of satisfaction to the consumer. So ഈ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ഗുഡ്സിൻ്റെ കോമ്പിനേഷൻസ് നമ്മൾ ഗ്രാഫിക്കലി ഒരു കർവിൽ നമ്മൾ ഗ്രാഫിക്കലി പ്ലോട്ട് ചെയ്യുമ്പോൾ അതിനെന്ത് പറയും, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയും. സോ ഇൻഡിഫറൻസ് കർവ് എന്തിനെയാണ് ഷോ ചെയ്യുക? ഇറ്റ് ഷോസ് നമ്പർ ഓഫ് ഓൾട്ടർനേറ്റീവ് കോമ്പിനേഷൻസ് ഓഫ് ടു ഓർ മോർ ഗുഡ് which give same level of satisfaction to the consumer. Same level of satisfaction കൺസ്യൂമറിന് നൽകുന്ന വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ഗുഡ്സിനെ പ്ലോട്ട് ചെയ്യുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് ഇൻഡിഫറൻസ് ഷെഡ്യൂൾ? ഇറ്റ്സ് എ ഷെഡ്യൂൾ showing different combinations of two or more commodities which yield the same level of satisfaction. So ഇൻഡിഫറൻസ് കർവിൽ അതേ സാധനം തന്നെ, പക്ഷെ നമ്മൾ എന്തായിട്ടല്ല അത് കാണിക്കുന്നത്, ഗ്രാഫിക്കലി അല്ല, വി ആർ ഷോയിങ് ഇറ്റ് ഇൻ ദ ഫോം ഓഫ് എ ഷെഡ്യൂൾ. ദാറ്റ് മീൻസ് വി ആർ ഷോയിങ് ഇറ്റ് ഇൻ എ ടാബ്യുലർ ഫോം. ദിസ് ഇസ് എൻ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ. നമ്മളിതിനെ ഒരു ടാബ്യുലർ ഫോമിൽ കാണിക്കുന്നു. ഓക്കെ, സോ ദിസ് ഇസ് നോൺ ആസ് എൻ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ. സോ നോക്കൂ, ആസ് പെർ ദിസ് ഷെഡ്യൂൾ കോമ്പിനേഷൻ എ, ഓക്കെ, കൺസ്യൂമറുടെ കയ്യിൽ ദർ ഈസ് 1 യൂണിറ്റ് ഓഫ് ആപ്പിൾ ആൻഡ് 20 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച്. ദെൻ കോമ്പിനേഷൻ ബി, ഹി ഈസ് ഹാവിങ് 2 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ ആൻഡ് 15 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച്. കോമ്പിനേഷൻ സി, 3 യൂണിറ്റ് ഓഫ് ആപ്പിൾ ആൻഡ് 11 യൂണിറ്റ് ഓഫ് ഓറഞ്ച്. ഡി, ഹി ഈസ് ഹാവിങ് 4 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ, 8 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച്. ഇ, 5 യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ ആൻഡ് 6 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച്. സോ ഈ ഷെഡ്യൂൾ എന്താണ് കാണിക്കുന്നത്? ദിസ് ഈസ് എൻ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ. ദ ടേബിൾ ഈസ് ദ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഷോയിങ് 5 കോമ്പിനേഷൻസ് ഓഫ് ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ്. അല്ലെ, 5 കോമ്പിനേഷൻസ് ആണ്, എ ബി സി ഡി ഇ. സോ 5 കോമ്പിനേഷൻസ് ഓഫ് ആപ്പിൾസ് ആൻഡ് ഓറഞ്ചസ് കാണിക്കുന്ന ഷെഡ്യൂളാണിത്. ഈച്ച് വൺ ഓഫ് ദീസ് കോമ്പിനേഷൻസ് yields ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദ കൺസ്യൂമർ. അപ്പം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എന്ത്, ഈ 5 കേസും എന്താണ്, കൺസ്യൂമർക്ക് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കേസുകളാണ്. ഈച്ച് വൺ ഓഫ് ദീസ് കോമ്പിനേഷൻസ് yields ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ടു ദി കൺസ്യൂമർ. Therefore, the consumer can choose any one of these alternative combinations. സോ ഈ 5 ചോയ്സും, ഓക്കെ, നമ്മളുടെ അസംഷനാണ്. ഓക്കെ, നമ്മളുടെ എക്സാമ്പിളിൽ 5 കേസും എ ബി സി ഡി ആൻഡ് ഇ, ഇറ്റ് ഗിവ്സ് ദ സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് യൂട്ടിലിറ്റി ടു ദ കൺസ്യൂമർ. സോ ഇതിലേത് ചോയ്സ് കൺസ്യൂമർ തിരഞ്ഞെടുക്കുകയാണെങ്കിലും എന്താണ്, ഹീ ഈസ് ഈക്വലി സാറ്റിസ്ഫൈഡ്. ഈ 5 ചോയ്സിനും കൺസ്യൂമർ കൊടുക്കുക ഈക്വൽ പ്രിഫറൻസ് ആണ്. കാരണം ഏത് തിരഞ്ഞെടുത്താലും കൺസ്യൂമറുടെ യൂട്ടിലിറ്റി എന്താണ്, ദാറ്റ് ഈസ് യൂട്ടിലിറ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ലെവൽ റിമെയിൻസ് ദ സെയിം. സോ ഈ എക്സാമ്പിളിനെയാണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. നോക്കൂ, വി ഹാവ് പ്ലോട്ടഡ് ദ ഇൻഡിഫറൻസ് ഷെഡ്യൂൾ ഇൻ എൻ ഇൻഡിഫറൻസ് കർവ്. X-axis we are showing number of apples, y-axis number of oranges. So number of apples നോക്കൂ, ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇനീഷ്യലി the first combination is ഒരു ആപ്പിൾ, ഓക്കെ, ആൻഡ് 20 ഓറഞ്ചസ്. ഒരു ആപ്പിളും 20 ഓറഞ്ചും, അല്ലേ? ഹീ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് കോമ്പിനേഷൻ. ദെൻ 2 ആപ്പിളും, കോമ്പിനേഷൻ ബി, ദിസ് ഇസ് കോമ്പിനേഷൻ എ, ആൻഡ് കോമ്പിനേഷൻ ബി എന്താണ്, 2 ആപ്പിളും അതുപോലെ 15 ഓറഞ്ച് ഉള്ളപ്പോഴും എന്താണ്, അദ്ദേഹം ഈക്വലി സാറ്റിസ്ഫൈഡ് ആണ്. ദാറ്റ് ഇസ് കോമ്പിനേഷൻ ബി. കോമ്പിനേഷൻ സി എന്തായിരുന്നു, 3 ആപ്പിളും 11 ഓറഞ്ചും. കോമ്പിനേഷൻ ഡി, ദാറ്റ് ഇസ് 4 ആപ്പിൾസ് ആൻഡ് 8 ഓറഞ്ചസ്. ദെൻ കോമ്പിനേഷൻ ഇ, വിച്ച് ഈസ് 5 ആപ്പിൾസ് ആൻഡ് 6 ഓറഞ്ചസ്.
സോ ഇതിൽ ഏത് ചോയ്സ് എടുത്താലും എന്താണ്, കൺസ്യൂമർ ഈക്വലി സാറ്റിസ്ഫൈഡ് ആണ്. സോ എ ബി സി ഡി ഇ എന്നുള്ള ഈ 5 കോമ്പിനേഷൻസിലും കൺസ്യൂമർ എന്താണ്, ഈക്വലി സാറ്റിസ്ഫൈഡ് ആണ്. സോ അദ്ദേഹം ഈ ചോയ്സിനോട് എന്താണ്, ഇൻഡിഫറൻ്റ് ആണ്. ഇത് തമ്മിൽ യാതൊരു ഡിഫറൻസും അദ്ദേഹത്തിനില്ല, കാരണം ഇറ്റ് ഗീവ്സ് ഹിം ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. സോ ഈ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സിനെ യോജിപ്പിച്ച് നമ്മൾ വരയ്ക്കുന്ന ഈ കർവിൻ്റെ പേരാണെന്ത്, ഇൻഡിഫറൻസ് കർവ്. സോ ആ ഇൻഡിഫറൻസ് കർവിനെ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡയഗ്രമാറ്റിക് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്തു. ദെൻ വി ഗോട്ട് ആൻ ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, നോക്കൂ, ഇൻ ദിസ് ഗ്രാഫ് various combinations of apple and orange are plotted. The plotted points are joined by a line. This line becomes indifference curve. So indifference curve il endha show cheyyunnathu, it shows the points towards which consumer is indifferent, or it shows the combinations of the goods towards which the consumer is indifferent. The points A, B, C, D and E are called locus points. ഇതൊക്കെയാണ് the points A, B, C, D, E. The points A, B, C, D, E. ഇതിനെന്താണ് പറയുന്നത്? These are called locus points. These are called locus points. These points represent the 5 combinations which give the same level of satisfaction. So അദ്ദേഹത്തിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന 5 കോമ്പിനേഷൻസ് ആയിരുന്നു ഇത്. An indifference curve is a locus of all points representing bundles among which the consumer is indifferent. So it's an indifference curve. An indifference curve is a locus of all points. So it's a combination of all points representing bundles among which the consumer is indifferent. Consumer indifferent ആയിട്ടുള്ള അതല്ലെങ്കിൽ ഈക്വലി പ്രിഫർ ചെയ്യുന്ന കോമ്പിനേഷൻസിനെ ഒരുമിച്ച് ചേർത്ത് വരയ്ക്കുന്ന കർവിനെയാണ് എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ദ ഇൻഡിഫറൻസ് കർവ് ഇസ് ഓൾസോ കോൾഡ് ഐസോ യൂട്ടിലിറ്റി കർവ്. ഐസോ മീൻസ് ഈക്വൽ. സോ ഈക്വൽ യൂട്ടിലിറ്റി കൺസ്യൂമർക്ക് കൊടുക്കുന്ന പോയിൻറ്റ്സിനെ യോജിപ്പിച്ച് വരച്ചിട്ടുള്ള കർവായതിനാൽ ഇൻഡിഫറൻസ് കർവ് ഇസ് ഓൾസോ നോൺ ആസ് ഐസോ യൂട്ടിലിറ്റി കർവ്. റൈറ്റ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ അസംഷൻസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് അനാലിസിസ്. കൺസ്യൂമർ ഇസ് റാഷണൽ. കൺസ്യൂമർ പർച്ചേസ് ഗ്രൂപ്പ് ഓർ കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ്. കൺസ്യൂമർ എന്ത് ചെയ്യുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് 2 ഗുഡ്സ് ഇവിടെ പർച്ചേസ് ചെയ്യുന്നു. നമ്മുടെ പ്രീവിയസ് കേസിൽ എന്തായിരുന്നു, ആപ്പിൾ ആൻഡ് ഓറഞ്ചസ്. കൺസ്യൂമർ ഹാസ് ഫുൾ നോളജ് അബൌട്ട് മാർക്കറ്റ് കണ്ടീഷൻസ്. കൺസ്യൂമർ എന്താണ്, മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച് കംപ്ലീറ്റ്ലി അവെയർ ആണ്. ഹി ഹാസ് ദ ഫുൾ നോളജ്. യൂട്ടിലിറ്റി കനോട്ട് ബി മെഷേർഡ് കാർഡിനലി ബട്ട് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഓർഡിനലി. യൂട്ടിലിറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ നമ്പേഴ്സ് അല്ലെങ്കിൽ കാർഡിനലി മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് ഏത് തിയറി പറയുന്നു, ഇൻഡിഫറൻസ് കർവ് അനാലിസിസ് അതല്ലെങ്കിൽ ഓർഡിനൽ യൂട്ടിലിറ്റി അനാലിസിസ് പറയുന്നു. അപ്പോൾ അതിനെങ്ങനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, യൂട്ടിലിറ്റി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓർ എക്സ്പ്രസ്ഡ് ഓർഡിനലി. ദെൻ മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ നമ്മൾ പറഞ്ഞത് മാർജിനൽ യൂട്ടിലിറ്റി ഓഫ് മണി റിമെയിൻസ് കോൺസ്റ്റൻറ്റ് എന്നായിരുന്നു. ഇവിടെ ദിസ് ഈസ് ജസ്റ്റ് എക്സാക്ട്ലി ഓപ്പോസിറ്റ്. ദ കൺസ്യൂമർ ഇസ് കൺസിസ്റ്റൻറ്റ് ഇൻ ഹിസ് ചോയ്സസ്. കൺസ്യൂമർ എന്താണ്, അദ്ദേഹത്തിൻ്റെ ചോയ്സസിൽ കൺസിസ്റ്റൻ്റ് ആണ്. ദെൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ആൻഡ് പ്രൈസസ് ഓഫ് ദ 2 ഗുഡ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. സോ ഈ തിയറി, ഓക്കെ, ഇഫ് ദ തിയറി ഷുഡ് ഹോൾഡ് ഗുഡ്, 2 കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം. കൺസ്യൂമറുടെ ഇൻകത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയി വെക്കുന്നു. ആൻഡ് പ്രൈസസ് ഓഫ് ദ 2 ഗുഡ്സിന് നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുന്നു. അതായത് ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും പ്രൈസ് സെയിം ആണ്. അതുപോലെ കൺസ്യൂമറുടെ കയ്യിൽ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ഇൻകവും സെയിം ആണ്. ഓക്കെ, ഇപ്പം 100 രൂപ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആപ്പിളും ഓറഞ്ചും പർച്ചേസ് ചെയ്യാൻ പോയിട്ടുള്ളതെങ്കിൽ ഈ 100 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്ന ഡിഫറെൻറ്റ് കോമ്പിനേഷൻസിനെ കുറിച്ചിട്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇൻകം ഓഫ് ദ കൺസ്യൂമർ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. അതേപോലെ തന്നെ ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും വില, പ്രൈസസ് ഓഫ് ദ 2 ഗുഡ്സ് ഓൾസോ റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. റൈറ്റ്. Okay, next we will discuss marginal rate of substitution. This is an important concept under indifference curve analysis. So indifference curve analysis inde oru important concept aanu endu MRS അഥവാ marginal rate of substitution. എന്താണ് marginal rate എന്ന് പറഞ്ഞാൽ നോക്കൂ, it is the rate at which consumer substitutes one commodity for the other. A rate at which consumer substitutes one commodity for the other.
സോ ഏത് റേറ്റിലാണോ ഒരു കമ്മോഡിറ്റി മറ്റൊരു കമ്മോഡിറ്റിക്ക് വേണ്ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കൺസ്യൂമർ റെഡി ആവുന്നത്, ആ റേറ്റിനെയാണ് എന്ത് പറയുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ നമ്മളുടെ നേരത്തെ ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും എക്സാമ്പിൾ എടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ, കോമ്പിനേഷൻ എ. ഓക്കെ, കൺസ്യൂമറുടെ കയ്യിൽ എത്ര ആപ്പിൾ ഉണ്ട്? 1 യൂണിറ്റ് ഓഫ് ആപ്പിൾ ആൻഡ് 20 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച്. ഓക്കെ, ദെൻ കോമ്പിനേഷൻ ബി. കൺസ്യൂമറുടെ കയ്യിൽ 2 ആപ്പിൾസ് ഉണ്ട്, അതുപോലെ 15 ഓറഞ്ചസ് ഉണ്ട്. അതായത് ഈ ഒന്നിൽ നിന്നും 2 മാറാൻ, ഓക്കെ, ആപ്പിളിൻ്റെ 1 യൂണിറ്റ് കൺസ്യൂമർക്ക് എക്സ്ട്രാ കിട്ടാൻ വേണ്ടി അദ്ദേഹം എത്ര യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച് സാക്രിഫൈസ് ചെയ്യാൻ റെഡിയാണ്? അദ്ദേഹം 5 യൂണിറ്റ് ഓഫ് ഓറഞ്ച് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. ഇദ്ദേഹത്തിന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഹിസ് ഇൻകം ഈസ് കോൺസ്റ്റൻറ്റ്. സപ്പോസ് നമ്മുടെ കയ്യിൽ 100 രൂപയുള്ളൂവെങ്കിൽ ഇഫ് ഹി പർച്ചേസസ് കോമ്പിനേഷൻ എ, അപ്പോഴും അദ്ദേഹത്തിന് 100 രൂപയ്ക്കേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. കോമ്പിനേഷൻ ബിയുടെ കേസിലും ഇദ്ദേഹത്തിന് എന്താണ്? 100 രൂപയ്ക്കേ പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആപ്പിളിൻ്റെ 1 യൂണിറ്റ് ഇദ്ദേഹം ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഓറഞ്ചിൻ്റെ എത്രയോ യൂണിറ്റ്സ് അദ്ദേഹം കുറയ്ക്കാൻ റെഡി ആയിരിക്കണം. സോ 1 യൂണിറ്റ് ഓഫ് ആപ്പിൾ എക്സ്ട്രാ കിട്ടാൻ വേണ്ടി, അതായത് ഒന്നിൽ നിന്നും ഇതിനെ 2 ആക്കാൻ വേണ്ടി, ആപ്പിളിൻ്റെ 1 യൂണിറ്റ് എക്സ്ട്രാ കിട്ടാൻ വേണ്ടി അദ്ദേഹം 5 യൂണിറ്റ് ഓഫ് ഓറഞ്ച് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി റെഡിയാണ്. സോ ഇവിടെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? 5 ആണ്. എന്താ മാർജിനൽ റേറ്റ്? ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് കൺസ്യൂമർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വൺ കമ്മോഡിറ്റി ഫോർ ദി അതർ. സോ ഇവിടെ എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്? 5:1. കാരണം ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ആപ്പിൾ കിട്ടാൻ വേണ്ടി 5 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച് സാക്രിഫൈസ് ചെയ്യാൻ ആര് റെഡിയാണ്? കൺസ്യൂമർ റെഡിയാണ്. ദെൻ തേർഡ് കോമ്പിനേഷൻ നോക്കൂ, കോമ്പിനേഷൻ സി. കോമ്പിനേഷൻ സി എന്താണ്? യൂണിറ്റ്സ് ഓഫ് ആപ്പിൾ ഈസ് 3. 1 യൂണിറ്റ് കൂടി ഇൻക്രീസ് ചെയ്തു, 2 നിന്ന് 3 ആയി. ദെൻ ഹി ഹാസ് ടു റെഡ്യൂസ് യൂണിറ്റ് ഓഫ് ഓറഞ്ച് ടു 11. സോ 3 യൂണിറ്റ് ഓഫ് ആപ്പിൾ കിട്ടാൻ ഇദ്ദേഹം 3 യൂണിറ്റ് ഓഫ് ആപ്പിൾ ഇദ്ദേഹത്തിന് കിട്ടുമ്പോൾ he will be having only 11 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച്. സോ എന്താണ് അദ്ദേഹത്തിൻ്റെ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? 15 മൈനസ് 11 വിച്ച് ഇസ് 4. ഓക്കെ, കോമ്പിനേഷൻ ഡി. ഹി ഈസ് ഗെറ്റിംഗ് 1 more എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ആപ്പിൾ, 3 നിന്ന് 4 മാറുന്നു. സോ ഹിസ് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് ഓറഞ്ചസ് റെഡ്യൂസസ് ടു 8. 11 നിന്നും 8 കുറയുന്നു. വാട്ട് ഈസ് MRS? 11 minus 8 which is 3. Then next E എന്നുള്ള കോമ്പിനേഷനിൽ he is having 5 apples and he is having 6 oranges. കാരണം 100 രൂപയ്ക്ക് അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആപ്പിളിൻ്റെയും ഓറഞ്ചിൻ്റെയും എന്താണ് യൂണിറ്റ്സ് ഇത്രയാണ്, റൈറ്റ്? സോ വാട്ട് ഈസ് ദ MRS? 8 minus 6 which is 2. ഓക്കെ, MRS എന്താണെന്ന് മനസ്സിലുണ്ടായിരിക്കണം എപ്പോഴും. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ മീൻസ് ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് ദ കൺസ്യൂമർ സബ്സ്റ്റിറ്റ്യൂട്ട്സ് വൺ കമ്മോഡിറ്റി ഫോർ ദി അതർ. ഓക്കെ, നോക്കൂ, MRS is equal to delta orange. MRS is equal to delta orange divided by delta apple. എന്താണ് ഡെൽറ്റ ഓറഞ്ച്? ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ച് divided by change in the quantity of apple. Delta means change അല്ലേ? സോ ഓറഞ്ചിൻ്റെ ക്വാണ്ടിറ്റിയിലുണ്ടായ ചേഞ്ച് ഇവിടെ എന്തായിരുന്നു? 20 മൈനസ് 15, 5. കോമ്പിനേഷൻ എയിൽ നിന്നും കോമ്പിനേഷൻ ബിയിലേക്ക് പോയപ്പോൾ ഓക്കെ, ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ച് ഇസ് 5 അല്ലേ? 20 മൈനസ് 15, 20 മൈനസ് 15. ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ആപ്പിൾ ഇസ് 1 അല്ലേ? 1 നിന്നും 2 മാറി. 2 minus 1 which is 1. സോ ഇവിടെ എന്തായിരുന്നു മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? ദാറ്റ് ഈസ് 5:1. സോ ഇങ്ങനെ ഓരോ കോമ്പിനേഷൻസിലും എന്താണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് നമുക്ക് കണക്കാക്കാം. നോക്കൂ, ഓവർ ദ സെഗ്മെൻറ്റ് എ ബി. ഓക്കെ, ഓവർ ദ സെഗ്മെൻറ്റ് എ ബി, ഈ സെഗ്മെൻറ്റ് MRS is 5:1. means 1 unit of apple is substituted for 5 units of orange. Over the segment B to C, it is 4:1. Over the segment CD, that is 3:1 and so on. MRS measures average number of units of orange consumer is willing to forego for obtaining 1 additional unit of apple. This rate of substitution is known as
This rate of substitution is represented by slope of the indifference curve. So MRS എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ കേസിൽ the average number of units of orange consumer is willing to forego for obtaining one additional unit of apple. ഒരു എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ആപ്പിൾ കിട്ടാൻ വേണ്ടി എത്ര യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച് സാക്രിഫൈസ് ചെയ്യാൻ വേണ്ടി കൺസ്യൂമർ റെഡിയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ സ്ലോപ്പ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ്. കോമ്പിനേഷൻ എ ആൻഡ് കോമ്പിനേഷൻ ബി. നോക്കൂ, വാട്ട് വാസ് ദ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? 5:1 അല്ലേ? നമ്മൾ ഓൾറെഡി we have already seen that. Then combination B and combination C. എന്താ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? ദറ്റ് ഈസ് 4:1 അല്ലേ? കാരണം ബിയിൽ നിന്നും സിയിലേക്ക് വരുമ്പോൾ 1 എക്സ്ട്രാ യൂണിറ്റ് ഓഫ് ആപ്പിളിന് വേണ്ടി ഹി ഈസ് റെഡി ടു ഫോർഗോ 4 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച് അല്ലേ? സി എന്ന് പറയുന്ന കോമ്പിനേഷൻ 3 ആപ്പിൾസ് ആൻഡ് 11 ഓറഞ്ചസ് ആണ്. സോ ദർ ഇറ്റ് ഈസ് 4:1. ദെൻ സിയിൽ നിന്നും ഡിയിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് 3:1. ഡിയിൽ നിന്നും ഇയിലേക്ക് വരുമ്പോൾ ദാറ്റ് ഈസ് 2:1. സോ നമുക്ക് എന്ത് പറയാം? വി ക്യാൻ സേ ദാറ്റ് the rate of substitution is represented by the slope of the indifference curve. ഇവിടെ എത്തുമ്പോൾ എന്താണ്? മുകളിൽ നിന്നും താഴേക്ക് വരുന്തോറും ഈ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട്. ഓക്കെ, ദറ്റ് ഈസ് നൺ അതർ ദാൻ ഡിമിനിഷിങ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നോക്കൂ, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ഓൾവേസ് ഡിമിനിഷിങ്. നമുക്കിവിടെ കാണാം അല്ലേ? Marginal rate of substitution is always diminishing, whether we are seeing the indifference schedule or indifference curve. നോക്കൂ, here it was 5, here it was 4, 3, 2 അല്ലേ? 5, 4, 3, 2. So rate of substitution എന്ത് ചെയ്യുന്നു? ഡിമിനിഷ് ചെയ്ത് വരുന്നു. Marginal rate of substitution is always diminishing. As we add one more unit of the commodity, we forego less and less of the other, the satisfaction remaining the same. So നമ്മളൊരു കമ്മോഡിറ്റി, ഓക്കെ, നമ്മളുടെ കേസിൽ ആപ്പിൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഓപ്ഷൻ എ ബി സി ഡി ഇ ഇതിലൊക്കെ നമ്മൾ ആപ്പിളിൻ്റെ ഓരോ കമ്മോഡിറ്റി ആഡ് ചെയ്തുകൊണ്ട് വരികയാണ്. ദെൻ വി ഫോർഗോ ലെസ് ആൻഡ് ലെസ് ഓഫ് ദി അതർ. നമ്മൾ ഓറഞ്ചിനെ സാക്രിഫൈസ് ചെയ്യുന്നത് എന്താണ്? ആ സാക്രിഫൈസിൻ്റെ റേറ്റ് കുറഞ്ഞു വരും. അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്ന അല്ലെങ്കിൽ വേണ്ടാന്ന് വയ്ക്കുന്ന ഓറഞ്ചിൻ്റെ എണ്ണം കുറഞ്ഞു വരും. ദ സാറ്റിസ്ഫാക്ഷൻ റിമൈനിങ് ദി സെയിം. നോക്കൂ, നമ്മൾ പറഞ്ഞ അതേ എക്സാമ്പിൾ തന്നെ. നമ്മൾ ആപ്പിളിൻ്റെ ക്വാണ്ടിറ്റി എന്ത് ചെയ്യുന്നു? ആപ്പിളിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരുന്നു 1 2 3 4 5. അപ്പോൾ നമ്മൾ ഫോർഗോ ചെയ്യുന്ന, സോ ഈ എക്സ്ട്രാ യൂണിറ്റ്സിന് വേണ്ടി നമ്മൾ ഫോർഗോ ചെയ്യുന്ന, അതായത് വേണ്ട എന്ന് വയ്ക്കുന്ന ഓറഞ്ചിൻ്റെ ക്വാണ്ടിറ്റി അത് ഡിമിനിഷ് ചെയ്ത് വരുന്നു. അതായത് ആദ്യം 5 ആയിരുന്നു, പിന്നെ 4, ആദ്യം 5 എണ്ണം വേണ്ട എന്ന് വയ്ക്കാൻ നമ്മൾ റെഡി ആയിരുന്നു. ഫ്രം 1 to 2 ആപ്പിൾ ഇൻക്രീസ് ചെയ്തപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? വി ഹാവ് റെഡ്യൂസ്ഡ് ദ കൺസംഷൻ ഓഫ് ഓറഞ്ച് ഫ്രം 20 to 15. സോ ആദ്യം 5 യൂണിറ്റ് വേണ്ട എന്ന് വയ്ക്കാൻ അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യാൻ നമ്മൾ റെഡി ആയിരുന്നു. പിന്നെ നമ്മൾ 4 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്യാൻ റെഡിയായി വെൻ ദ നമ്പർ ഓഫ് ആപ്പിൾസ് ഇൻക്രീസ്ഡ് ഫ്രം 2 to 3, അതായത് കോമ്പിനേഷൻ സി. ദെൻ ഡിയുടെ കേസിൽ 3 to 4 ഒരു യൂണിറ്റ് കൂടി ആഡ് ചെയ്യുമ്പോൾ നമ്മൾ വെറും 3 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്യാനേ റെഡി ആയുള്ളൂ. ദെൻ ഫ്രം 4 to 5 ആപ്പിൾ ആഡ് ചെയ്യുമ്പോൾ വി വർ റെഡി ടു സാക്രിഫൈസ് ഓൺലി 2 യൂണിറ്റ്സ് ഓഫ് ഓറഞ്ച്. സോ ആ ഒരു എക്സാമ്പിളാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ആസ് വി add one more unit of the commodity, we forego less and less of the other, satisfaction remaining the same. In our earlier example, അതായത് ആപ്പിളിൻ്റെ ഓറഞ്ചിൻ്റെയും എക്സാമ്പിളിൽ, the length of delta orange becomes shorter and shorter as the consumer goes on substituting the apple for orange. The length of delta orange അല്ലേ? സോ ഓറഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ്? ദിസ് ഇസ് അല്ലേ? 5 4 3 2 റൈറ്റ്. സോ ഡെൽറ്റ ഓറഞ്ചിൻ്റെ ലെങ്ത്ത്, അതായത് വാട്ട് ഈസ് ഡെൽറ്റ ഓറഞ്ച്? ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഓറഞ്ച്. സോ ഡെൽറ്റ ഓറഞ്ചിൻ്റെ ലെങ്ത്ത് എന്ത് ചെയ്യുന്നു? ഇറ്റ് ബിക്കംസ്
ഷോർട്ടർ ആൻഡ് ഷോർട്ടർ, അത് കുറഞ്ഞു വരുന്നു, ഷോർട്ടർ ആൻഡ് ഷോർട്ടർ as the consumer goes on substituting the apple for orange. സോ ആപ്പിളിൻ്റെ നമ്പർ ഓഫ് ആപ്പിൾസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, ഡെൽറ്റ ഓറഞ്ച് അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ സാക്രിഫൈസ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഓറഞ്ചസിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ്സ് കുറഞ്ഞു വരുന്നു. ഇങ്ങനെ കുറയുന്നതിന് there are 3 reasons. Consumer has to reduce the consumption of one commodity when he increases the consumption of another. അദ്ദേഹത്തിൻ്റെ കൺസ്യൂമറിൻ്റെ ഇൻകം ഫിക്സഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആപ്പിളിൻ്റെ കൺസംഷൻ അദ്ദേഹം ഇൻക്രീസ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്താവുന്നു, ഹീ ഈസ് ലയബിൾ ടു റെഡ്യൂസ് ദ കൺസംഷൻ ഓഫ് ഓറഞ്ച്. ഓക്കെ, സോ ഒരു കമ്മോഡിറ്റിയുടെ കൺസംഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ മറ്റൊന്നിൻ്റെ കൺസംഷൻ കുറയ്ക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാവുന്നു. ദെൻ വെൻ കൺസ്യൂമർ ഹാസ് മോർ ആൻഡ് മോർ ഓഫ് എ കമ്മോഡിറ്റി ആൻഡ് ലെസർ സ്റ്റോക്ക് ഓഫ് അതർ, ഹിസ് ഇൻറ്റൻസിറ്റി ഓഫ് വാണ്ട് ഫോർ ദ ഫോമർ ഡിമിനിഷസ് ബട്ട് ഫോർ ദ ലാറ്റർ ഇൻക്രീസസ്. സോ ആപ്പിളിൻ്റെ എണ്ണം കൂട്ടി വരുമ്പോൾ, മോർ ആൻഡ് മോർ ഓഫ് എ കമ്മോഡിറ്റി നമ്മളുടെ കയ്യിലുണ്ടാകുമ്പോൾ, ആൻഡ് ഓറഞ്ചിൻ്റെ സ്റ്റോക്ക് എന്താണ്, കുറഞ്ഞു വരികയാണ്. സോ ആപ്പിൾ അദ്ദേഹത്തിൻ്റെ കൈവശം വെക്കണം അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്യണം എന്നുള്ള ആ ഒരു ആഗ്രഹത്തിൻ്റെ ഇൻറ്റൻസിറ്റി എന്ത് ചെയ്യുന്നു, കുറയുന്നു, ഡിമിനിഷസ്. പക്ഷേ ഓറഞ്ച് വേണമെന്നുള്ള ഇൻറ്റൻസിറ്റി കൂടി വരുന്നു. ഓക്കെ, ലൈക്ക് ഇറ്റ്സ് എ ഹ്യൂമൻ നേച്ചർ. ദെൻ അതാണ് സെക്കൻഡ് റീസൺ. Third one is that the goods are not perfect substitutes for each other. If they were perfect substitutes, MRS will remain the same. So ഒരു ആപ്പിളിന് എക്സാക്ട്ലി പകരം വയ്ക്കാൻ പറ്റുന്ന ഒന്നായിരിക്കണമെന്നില്ല എന്ത്, ഓറഞ്ച്. സോ ദേ ആർ നോട്ട് അറ്റ് ഓൾ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്, ദോ ബോത്ത് ആർ ഫ്രൂട്ട്സ്. ഓക്കെ, എക്സാക്ട്ലി ഒന്നിന് പകരം വയ്ക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല മറ്റേ ഗുഡ്. സോ അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു, MRS മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റൻ്റ് ആയിരുന്നു. അപ്പോൾ ഗുഡ്സ് പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അല്ലാത്തത് കൊണ്ടാണ് എന്ത്, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഡിമിനിഷ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ സീ പ്രോപ്പർട്ടീസ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ദാറ്റ് വി വിൽ സീ ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ഒക്കെ ക്ലിയർ ആവുന്നുണ്ട്, വീഡിയോ ഒക്കെ ഇഷ്ടമാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ആർ ലൈക്കിംഗ് ദ കണ്ടന്റ് ഓഫ് ദ വീഡിയോ, പ്ലീസ് ലൈക്ക് ദ വീഡിയോ, ഷെയർ ഇറ്റ് and subscribe to our channel. See you in the next video. Bye bye.